എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണമോള് അലീനയോട് പറയുകയാണ്, ചേച്ചി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനൊന്നും നോക്കാനില്ല. അമ്മ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അമ്മ അഹങ്കാരം കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനൊന്നും നോക്കത്തില്ല. അച്ഛൻ്റെ കൺട്രോൾ പോവും. അച്ഛനിങ്ങനെ മനസ്സിലിങ്ങനെ അടക്കി പിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിട്ടും ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അച്ഛനെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. ചേച്ചിയുടെ മനസ്സിൽ അച്ഛന് വലിയ സ്ഥാനം ഉണ്ടെന്ന് അച്ഛന് തന്നെ അറിയാം. അപ്പോൾ ചേച്ചിയുടെ മുന്നിൽ അച്ഛനിങ്ങനെ താഴാൻ വയ്യാത്തതുകൊണ്ടാണ് എല്ലാം അടക്കി പിടിച്ച് നിൽക്കുന്നത്. ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനൊന്നും നോക്കാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇനി ഇവിടെ വന്ന് അഹങ്കാരമൊന്നും കാണിക്കില്ല. അതിന് ഉള്ളത് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അതിനും കൂടിയാണ് ഞാൻ കൊല്ലപ്പള്ളിക്ക് പോയത് എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുകയാണ്, ചേച്ചി എന്താ അമ്മയോട് പറഞ്ഞതെന്ന്. അലീന പറയുന്നുണ്ട്, ആഗ്രയിൽ ജീവിച്ച ജീവിതമൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ആരാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു പേടി ഇങ്ങനെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കാരമൊന്നും കാണിക്കില്ല എന്നാണ് കേട്ടോ അലീന പറയുന്നത്. അപ്പോൾ തന്നെ കൃഷ്ണമോള് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല അമ്മയുടെ സ്വഭാവം മാറുമെന്ന്. അമ്മ ഇവിടെ ഒന്ന് അഹങ്കാരം കാണിച്ചാൽ എന്തായാലും അച്ഛനെല്ലാം തകർക്കുമെന്ന് കൃഷ്ണമോള് പറയുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അവനവൻ്റെ സ്വന്തം നിലനിൽപ്പിന് എന്തെങ്കിലും ദോഷമായിട്ട് ബാധിക്കുമെന്ന് അറിഞ്ഞാൽ ബോധവും ബുദ്ധിയുള്ളവർ ഒന്നടങ്ങല്ലോ എന്നൊക്കെയാണ് അലീന പറയുന്നത് കേട്ടോ വൈജയനെ പറ്റി. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ എന്തായാലും കിടക്ക്, നമുക്കിങ്ങനെ കിടന്നുകൊണ്ട് സംസാരിക്കാം എന്ന് പറയും. പിന്നീട് ലൈറ്റൊക്കെ അണച്ച് രണ്ടുപേരും കിടക്കുകയാണ് കേട്ടോ. അപ്പോഴും രണ്ടുപേർക്കും ഭയങ്കര വിഷമമാണ്. കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, എനിക്കും ചേച്ചിയുടെ കൂടെ വരണമായിരുന്നു, എന്നെയും കൂടെ കൊണ്ടുപോകുമോ? പറ്റത്തില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, നീ വിഷമിക്കേണ്ട, നമ്മുടെ ശരീരമല്ലേ അകന്ന് പോകുന്നുള്ളൂ, നമ്മുടെ മനസ്സുകൾ ഇപ്പോഴും അടുത്ത് തന്നെയല്ലേ. നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് എല്ലാവരും ഉണ്ട്, പക്ഷേ ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അല്ലെങ്കിലും ഓരോ ദിവസം നമ്മൾ ഏതെങ്കിലുമൊക്കെ ദിക്കിലേക്ക് ഇങ്ങനെ അകന്ന് പോവേണ്ടവരല്ലേ എന്നൊക്കെ പറയുകയാണ്. എല്ലാവരും ഒരു ദിവസം ഒരുമിക്കായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അലീനയ്ക്കും നല്ല സങ്കടമുണ്ട്, അതുപോലെ തന്നെ കൃഷ്ണമോൾക്കും നല്ല സങ്കടമാണ്, കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ കിടന്ന് സംസാരിച്ച് അങ്ങ് ഉറങ്ങുകയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ സുനന്ദയുടെ ഭർത്താവുണ്ടല്ലോ, ബാലചന്ദ്രൻ്റെ അളിയൻ, അദ്ദേഹം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗേറ്റ് അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് അലീന ഫ്രണ്ടിലേക്ക് വരുന്നത് കേട്ടോ, സിറ്റ് ഔട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അലീന ഗേറ്റിൻ്റെ ഇവിടെ ഇയാൾ ഗേറ്റ് തുറക്കാൻ നോക്കുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നേ. അപ്പോൾ അയാളാണെങ്കിലും ഗേറ്റ് അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് അറിയുമ്പോൾ ഫോണിൽ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുമ്പോഴാണ് കേട്ടോ അലീന ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ആരാന്ന് ചോദിക്കുന്നുണ്ട് ആനന്ദനോട്. അപ്പോൾ ആനന്ദ് എന്നാണല്ലോ അയാളുടെ പേര്. അപ്പോൾ അദ്ദേഹം അലീനയ്ക്ക് ആളെ പെട്ടെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെ വീട്ടിലേക്ക് വരാറൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് മനസ്സിലായില്ല. അപ്പോൾ അലീനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ, സുനന്ദയുടെ ഭർത്താവാണ് ആനന്ദന്. സാറല്ലേ എന്ന് ചോദിക്കും. അതേന്ന് പറയും. അതന്നെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ ഗേറ്റ് ഒന്ന് തുറന്നാലേ എനിക്ക് അകത്തേക്ക് വരായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ തന്നെ തുറക്കാം സാറേ എന്ന് പറഞ്ഞിട്ട് അലീന പെട്ടെന്ന് തന്നെ ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ അകത്തേക്ക് അയാൾ കയറ്റി നിർത്തിയിട്ട് അകത്തേക്ക് അലീനയുടെ കൂടെ തന്നെ കയറി വരികയാണ്. അപ്പോൾ ആനന്ദൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരും എണീച്ച ലക്ഷണമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എണീച്ചതിന് തെളിവല്ലേ ഞാൻ ആ ലക്ഷണമല്ലേ ഞാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് നല്ല മറുപടിയാണല്ലോ എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ്റെ റൂം അതല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആദ്യം താഴെയായിരുന്നല്ലോ ബാലേന്ദ്രൻ്റെ റൂം, അപ്പോൾ ഇപ്പോൾ അപ്സ്റ്റെയറിലാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് കുറേ ആയിന്ന് തോന്നുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. തിരക്കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തത്. എന്തായാലും ഞാൻ ബാലേന്ദ്രനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ, ചായ കുടിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആരാ ചായ കുടിക്കാത്തതെന്ന് തമാശയ്ക്ക് പറഞ്ഞിട്ട് അങ്ങ് കയറി പോവാണ്. പിന്നീട് ബാലേന്ദ്രൻ്റെ റൂമിൻ്റെ ഡോറിന് വന്ന് തട്ടുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനും ഭയങ്കര സർപ്രൈസായി. രാവിലെ തന്നെ യൂണിഫോമിലൊക്കെ ആണല്ലോ. അപ്പോൾ എന്താടോ താൻ ഫുൾ പവറിലാണല്ലോ, രാവിലെ തന്നെ സർപ്രൈസ് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താ അങ്ങോട്ട് വന്നേന്ന് നോക്കുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ നീ ഇങ്ങോട്ട് വരത്തില്ല എന്ന് എനിക്കറിയാം, എന്തോ കാര്യമുണ്ടല്ലോ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ പറയാണ്. ട്രാഫിക് സ്റ്റേഷനിലെ ജോലിയല്ലേ, അപ്പോൾ 24 മണിക്കൂറും ഡ്യൂട്ടി ഉണ്ടാവും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അകത്തേക്ക് വിളിക്കും കേട്ടോ ബാലേന്ദ്രൻ. പിന്നെ അവിടെ ഇരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയും രാവിലെ തന്നെ തനിക്ക് ആരാ ഡോറൊക്കെ തുറന്നു തന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അലീനയാണ്. ഞാൻ വിളിക്കാൻ നിൽക്കുമ്പോഴേക്കും അവൾ വന്ന് തുറന്നു തന്നു എന്ന് പറയുമ്പോൾ അവൾക്ക് അങ്ങനെയാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നേരത്തെ മുൻകൂട്ടി അറിയാനുള്ളൊരു സിക്സ്ത് സെൻസ് ഉണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ചിരിച്ചുകൊണ്ട് ബാലേന്ദ്രൻ. അപ്പോൾ ആനന്ദനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ അലീനയുടെ പ്രശ്നം ഇതുവരെ സോൾവ് ആയില്ല അല്ലേന്ന്. അലീനയുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ ഈസിയാണ്, പക്ഷേ വൈജയുടെ പ്രശ്നമാണ് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് തട്ടിയും തടഞ്ഞു ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ആനന്ദനാണെങ്കിലും പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാറുണ്ട്, ഗോവർദ്ധൻ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും, അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്. പിന്നെ സുനന്ദയും സുലോചനയും തമ്മിൽ എന്നും വിളിയും പറച്ചിലൊക്കെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, താൻ എന്താടോ ഇങ്ങനെ ഒരു കണക്ഷനും ഇല്ലാതെ, താൻ എൻ്റെ അളിയനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ തിരക്കൊണ്ടാണെന്ന് എന്നിങ്ങനെ പറയൂ കേട്ടോ ബാലേന്ദ്രനോട് ആനന്ദൻ. തൻ്റെ തിരക്കൊക്കെ എനിക്കറിയാം, ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ബാറിലാണല്ലോ എന്നിങ്ങനെ
പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും ചിലപ്പോൾ ഒരു കമ്പനി കിട്ടുമ്പോൾ കൂടുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കരയിലാണോ കമ്പനി കിട്ടാൻ പാട്, കരൾ തൻ്റെയാണെന്ന് ഓർമ്മ വേണം. ആ കരൾ പൂത്തളിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ മാറ്റി വയ്ക്കാൻ കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ പഴയ പോലെയൊന്നും ഇല്ല, നീയൊക്കെ കുറച്ച് കൊണ്ടുവരികയാണെന്ന് പറയൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ആനന്ദൻ ഇങ്ങനെ ട്രാൻസ്ഫർ ആയ കാര്യം പറയുന്നത്. അപ്പോൾ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താടോ ഞാൻ അത്രയ്ക്ക് മോശമാണോ എന്നിങ്ങനെ ആനന്ദൻ ചോദിക്കുമ്പോൾ, അല്ല ചില രാഷ്ട്രീയക്കാർക്ക് അവരുടെ കാര്യം ഇങ്ങനെ നടക്കാഞ്ഞാൽ അവരിങ്ങനെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുക്കുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല, ഇങ്ങനെ പ്രൊമോഷൻ ട്രാൻസ്ഫർ ആണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ SI ആയിട്ടാണെന്ന് പറയുമ്പോൾ കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടേക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് അഞ്ചലിലേക്കാണെന്ന് പറയേ. അപ്പോൾ അഞ്ചൽ ഇങ്ങനെ പുനലൂർ അടുത്തല്ലേന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ദിക്കിലാണെന്ന് തോന്നുന്നുണ്ട്, കൊല്ലം ജില്ലയിലാണെന്ന് മാത്രം അറിയാം, ഞാൻ ഇങ്ങനെ പ്രദേശത്തൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല എന്ന് ആനന്ദൻ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അലീന ചായയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ആ ചായ വന്നല്ലോ എന്ന് പറയും. ആദ്യം ആനന്ദന് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആനന്ദന് ഇങ്ങനെ പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയ കാര്യമൊക്കെ അലീനയോടും പറയുമ്പോൾ അലീനയും കൺഗ്രാറ്റ്സ് സാർ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാറേ വിളി ഭയങ്കര മോശമാണ്, ഇവിടുത്തെ കുട്ടികളൊക്കെ എന്നെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത് എന്നിങ്ങനെ ആനന്ദൻ അലീനയോട് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാനും അങ്കിളേന്ന് വിളിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഇവിടുത്തെ ജോലി മതിയാക്കി പോവുകയാണെന്ന് ഇങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, എനിക്കും ഇങ്ങനെ പ്രൊമോഷൻ ട്രാൻസ്ഫർ ആണെന്നാണ് അച്ഛൻ പറഞ്ഞത് എന്ന് പറയേ. അതെ, പ്യൂണിൽ നിന്ന് ഹെഡ് മാസ്റ്ററിലേക്ക് ആ ഒരു ഇതിൽ കൂട്ടാമെന്ന് ഇങ്ങനെ ബാലേന്ദ്രൻ പറയുകയാണ് കേട്ടോ. പിന്നീട് അലീന താഴേക്ക് പോകാൻ കഴിഞ്ഞ് ബാലചന്ദ്രനോട് ആനന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ സുനന്ദയും കുട്ടികളും ഒറ്റയ്ക്കാവുമല്ലോ, അവിടെ ഇടയ്ക്ക് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവിടെ ക്വാർട്ടേഴ്സ് കിട്ടിയില്ലേ, അവരെയും കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്, ഇപ്പം മക്കൾക്കൊക്കെ വെക്കേഷൻ അല്ലേ, അപ്പോൾ അടുത്ത അങ്ങനെ അക്കാദമിക് ഇയർ ആകുമ്പോഴേക്കും കുട്ടികളൊക്കെ അവിടെ ചേർത്താലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തായാലും TC വാങ്ങിക്കാം പറഞ്ഞേക്കെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടേ എന്നാണ് കേട്ടോ ആനന്ദൻ പറയുന്നത്. എന്തായാലും താനിരിക്കും പോലീസുകാരാ, എന്തായാലും നല്ലൊരു കാര്യം പറയാൻ വന്നതല്ലേ, തന്നെ വെറും കൈയോടെ വിടാൻ പാടില്ലല്ലോ, ഞാൻ ഗോവർദ്ധനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനാണെങ്കിലും ഗോവർദ്ധനെ വിളിക്കാൻ പോകും കേട്ടോ. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. പിന്നീട് അലീന മുറ്റടിച്ചോരിക്കൊണ്ടിരിക്കുമ്പോൾ രോഹിത് അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അലീന ചേച്ചി കാണിക്കുന്നത്, ഇന്ന് ഇവിടുന്ന് പോകാൻ നിൽക്കല്ലേ, എന്നിട്ട് മുറ്റടിക്കുകയാണോ എന്ന് ചോദിക്കിട്ട്, വേറെ പെണ്ണുങ്ങൾ ആരും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ ഞാനും പെണ്ണല്ലേ, ഇത് ആൺകുട്ടികൾക്കും ചെയ്യാമെന്ന് പറയുമ്പോൾ എന്നെ ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് രോഹിത് ആ ചൂല് വാങ്ങിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തന്നെ അടിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് രോഹിത് അതുപോലെ തന്നെ ഇങ്ങനെ അലീന പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വീട് എൻ്റെ മുറ്റം ഇത് എനിക്കിന്ന് ഇങ്ങനെ നഷ്ടപ്പെടുമല്ലേ എന്ന് പറയുമ്പോൾ അതിങ്ങനെ സ്വന്തം വരുത്തി വെച്ചതല്ലേ, പിന്നെ എന്തിനാ അതൊക്കെ പറയുന്നത്, എന്തായാലും ഞാനിത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് രോഹിത് അവിടെ നിന്ന് അങ്ങ് അകത്തേക്ക് കയറി പോകും കേട്ടോ. അലീന വീണ്ടും മുറ്റടിക്കാനായിട്ട് തുടങ്ങും. പിന്നീട് കൃഷ്ണമോള് അലീനേനെ കിച്ചണിൽ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ബബിതേനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചേച്ചിനെ കണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ എണീറ്റ് വരുന്നേ ഉള്ളൂ, ഞാൻ കണ്ടില്ല എന്ന് പറയും. അപ്പോൾ അടുക്കളയിലൊന്നും കാണാനില്ല, ഇനിയിപ്പോൾ പോയി കാണുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് പറയാം അത് ഇത്രയും രാവിലെ തന്നെ പോവുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് അകത്തേക്ക് വരുമ്പോൾ രോഹിത്തിനോട് ചോദിക്കുകയാണ് കേട്ടോ, അലീന ചേച്ചിനെ കണ്ടോന്ന്. അപ്പോൾ അവിടെ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പോകാനുള്ള ആളല്ലേ, എന്നിട്ട് അവിടെ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണോ, ഇത് കൊള്ളാലോ, ഇത് എന്തിൻ്റെ സൂക്കേടാ, ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബബിത അവിടെ നിന്ന് അങ്ങ് അപ്പോഴാണ് കൃഷ്ണമോള് രോഹിത്തിനോട് ചോദിക്കുന്നത് രാവിലെ തന്നെ ആരാ വന്നതെന്ന്. അപ്പോൾ പോലീസുകാരനാണ് ആനന്ദങ്കിൾ എന്ന് പറയും. ഇനിയിപ്പോൾ അലീന ചേച്ചി പോവാന്ന് അറിഞ്ഞിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഏയ് അദ്ദേഹം വേറൊരു ടൈപ്പ് അല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീനയുടെ അടുത്ത് ചെന്നിട്ട് ബബിത ചോദിക്കുന്നുണ്ട്, എന്താ ഈ കാണിക്കുന്നത്, അപ്പോൾ ഞാൻ മുറ്റം അടിച്ചു വരട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, അങ്ങനെ ചേച്ചി ഇവിടെ മുറ്റൊന്നും അടിച്ചു വരണ്ട, ഇവിടുത്തെ ജോലി കഴിഞ്ഞു ചേച്ചിയുടെ, ഇനിയിപ്പോൾ കുളത്തുപുഴ ചെന്നിട്ട് മുറ്റടിച്ചു വരിയാൽ മതി എന്ന് പറയുമ്പോൾ അവിടെ മുറ്റുണ്ടോ, ഇനിയിപ്പോൾ അവിടെ അടിച്ചു വരണമെന്നൊക്കെ നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ലെങ്കിലും എന്തായാലും ചേച്ചിയുടെ ഉദ്യോഗം ഇന്നത്തോടുകൂടി ഇവിടെ തീർന്നിട്ടുണ്ട്, എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെയാണ് കേട്ടോ ബബിത പറയുന്നത്. എന്നിട്ട് ആ ചൂലങ്ങ് വാങ്ങിച്ചിട്ട് അടിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. അലീനയോട് ഇനിയിപ്പോൾ പോകാനുള്ള കാര്യങ്ങളെല്ലാം നോക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അലീന അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ രോഹിത് ചോദിക്കുന്നുണ്ട്, മുറ്റടിച്ചോരി കഴിഞ്ഞോ എന്ന്. അപ്പോൾ നീ അല്ലേടാ അവളെ ഇളക്കി വിട്ടതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. നിന്റെ ചെവി ഞാൻ പൊന്നാക്കും എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അലീന. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഇനി അങ്ങോട്ടേക്ക് എന്ന് ചോദിക്കും. അപ്പോൾ അടുക്കളയിൽ നിരോധിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് അലീന അവിടേക്ക് പോകുന്നത്. അപ്പോൾ കൃഷ്ണമോള് പിറകെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ. രോഹിത്താണെങ്കിലും അങ്ങ് തള്ളി വിടുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിലും കൃഷ്ണമോളോട് ആനന്ദങ്ങൾ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിന് പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയ കാര്യമൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് വന്നതെന്ന് കൃഷ്ണമോള് ചോദിക്കുമ്പോൾ എന്തായാലും അദ്ദേഹം
അദ്ദേഹം ഇത് ഇവിടെ വന്ന് പറഞ്ഞത് നന്നായി. അദ്ദേഹം ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നൊന്നും അല്ലെങ്കിൽ നമ്മളറിയത്തില്ല. യാതൊരു കണക്ഷനും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയണ്ട, ആൻറ്റിയുടെ ഭർത്താവല്ലേ എന്ന് പറയും കേട്ടോ. അപ്പം അതൊക്കെ ഗോവർദ്ധനങ്കിൾ എന്ത് കാര്യത്തിനും കൂടെ നിന്നോളും എന്നാണ് കേട്ടോ പറയുന്നത് കൃഷ്ണമോള്. പിന്നീട് അലീന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്താ പരിപാടി എന്ന് ചോദിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതെന്ന് അലീന എടുത്ത് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാനും ബബിതേച്ചിയും കൂടെ ചെയ്തോളാം, ഇനിയിപ്പോൾ ചേച്ചി ഇവിടെ ഒന്നും ചെയ്യേണ്ടെന്നാണ് കേട്ടോ കൃഷ്ണമോൾ അലീനയോട് പറയുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ എന്തായാലും പോകാനുള്ളതല്ലേ, പാക്ക് ചെയ്യാനോ കുളിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ചെയ്തോ, ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട എന്നങ്ങ് കൃഷ്ണമോൾ പറയുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്നെ ഒഴിവാക്കുകയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ആരെയാ ഇട്ടിട്ട് പോകുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് ഇനി ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചേച്ചി നോക്കണ്ട, ഞാനും ബബിതേച്ചിയും കൂടെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അലീനയും വിഷമിച്ചാണ് കേട്ടോ പിന്നെ അവിടുന്ന് പോകുന്നത്. കൃഷ്ണമോൾക്കും ഭയങ്കര സങ്കടമുണ്ട്, സങ്കടം കൊണ്ട് തന്നെയാണ് കേട്ടോ അതെല്ലാം പറയുന്നത്. പിന്നീട് ആനന്ദൻ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇന്ന് ഇങ്ങനെ ഒരു യാത്ര ഉള്ളത് കൊണ്ടാണ് കൂടെ വരാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഞാനും കൂടെ വന്നേനെ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുമ്പോൾ അത് കുഴപ്പമില്ല, ഗോവർദ്ധൻ വരുന്നുണ്ടല്ലോ, നിങ്ങളുടെ യാത്ര നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടുന്ന് പോവാണ് കേട്ടോ ആനന്ദൻ. അപ്പോൾ സുനന്ദനെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞേക്കെന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അദ്ദേഹം യാത്രയൊക്കെ പറഞ്ഞ് പോകും. ബാലേന്ദ്രനാണെങ്കിലും അയാൾ പോകുന്നു നോക്കി കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീനേനെയാണ് കാണിക്കുന്നത്. അലീന കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ റൂമിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ അലീനയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ധരിക്കാനുള്ള സാരി അതുപോലെ തന്നെ ആഭരണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അലീനയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അലീനയുടെ പെട്ടിയുടെ മുകളിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം എടുത്ത് നോക്കി സങ്കടപ്പെട്ട് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കേട്ടോ, സാരിയും ആഭരണം എല്ലാം കയ്യിൽ പിടിച്ച് സങ്കടപ്പെട്ട് കുറച്ച് സമയം അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും അത് ബാഗിലേക്ക് തന്നെ വെക്കുക. എന്നിട്ട് പിന്നെ അവിടെ അലീനയുടെ ബാഗൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനുള്ളതെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം എടുത്ത് വെക്കുകയാണ്. ഡ്രസ്സൊക്കെ മടക്കി ബാഗിലേക്ക് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലീനയുടെ ഈശോയുടെ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ, അതെല്ലാം ആദ്യം എടുത്ത് വെക്കുന്നുണ്ട്. പിന്നീട് ബ്രിജിത്താമ്മയുടെ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് സങ്കടത്തോടു കൂടി നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. ബബിതയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ അലീന പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ അലീന യാത്ര പറയാൻ വിളിക്കുന്ന സമയത്ത് ബബിത ചെല്ലുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കൃഷ്ണമോളോടാണ് ഇങ്ങനെ ബബിത പറയുന്നത്, എന്നോട് ആരും യാത്ര പറയണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ ബബിത. അലീന പോകുന്ന കാണാനുള്ള ഒരു സങ്കടം കൊണ്ടായിരിക്കും. അങ്ങനെ പിന്നെ അലീന കൃഷ്ണനോടും രോഹിത്തിനോടൊക്കെ യാത്ര പറഞ്ഞ് അവിടുന്ന് പടി ഇറങ്ങുകയാണ് കേട്ടോ. അലീനയ്ക്കും ഭയങ്കര സങ്കടമുണ്ട്. അലീന പോകുന്നു നോക്കിക്കൊണ്ട് ഭയങ്കര സങ്കടത്തിലാണ് രോഹിത്തും കൃഷ്ണയൊക്കെ നിൽക്കുന്നത്. കാറിൽ കയറിയിട്ട് വീണ്ടും തിരിഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അലീന പോകുന്നത്. ബാലചന്ദ്രനും നല്ല വിഷമമുണ്ട്. ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്.